ഈ പ്രത്യയശാസ്ത്രപരമായ ചർച്ചയാവാം, വിമർശനം, സ്വയം വിമർശനം തുടങ്ങിയ ന്യായീകരണങ്ങൾ ഡോക്ടർ ജയരാജ് പറഞ്ഞു. അതിനെ വളരെ ശക്തമായിട്ട് ഷാജി പാണ്ഡ്യാല ഖണ്ഡിച്ചു. എനിക്ക് അങ്ങേക്ക് ചോദിക്കാനുള്ളത്, ഉപയോഗിച്ച വാക്കുകൾ, വി എസിനെതിരെ നടപടി വേണം, വി എസിനെ പുറത്താക്കണം, വി എസിനെ താക്കീത് ചെയ്യണം എന്നല്ല, ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കൊടുക്കണം എന്ന് രണ്ട് ഘട്ടത്തിൽ രണ്ട് യുവനേതാക്കൾ പറയണമെങ്കിൽ അതല്ലേ നമ്മൾ, ആ ഭാഷയല്ലേ നമ്മൾ ചർച്ച ചെയ്യേണ്ടത്? ഇതല്ലേ കെ രമ പറഞ്ഞത്, TP കൊന്നത് വി എസിനുള്ള താക്കീതായിരുന്നു എന്ന്? ആ വാചകം കെ രമ പറഞ്ഞത് TP വധം വി എസിനുള്ള താക്കീതായിരുന്നു എന്ന്, അതുമായിട്ട് ചേർത്ത് വെച്ച് ഇതിനെ കാണണ്ടേ അഡ്വക്കേറ്റ് TS ഉല്ലാസ് ബാബു? ഈ പാർട്ടിയുടെ ശൈലി, നമ്മളൊരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു പാർട്ടി ആ പാർട്ടിയുടെ നേതാവിനോട്, അതുപോലെ നിങ്ങൾ ആദ്യം തന്നെ സംസാരിച്ചല്ലോ, അദ്ദേഹം ഒരു കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച CM ആണെന്ന് പറയുന്നില്ല, കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ രാഷ്ട്രീയക്കാരാണെന്ന് പറയുന്നില്ല എന്നൊക്കെ പ്രദീപ് പറഞ്ഞു. അദ്ദേഹം ഒരു ജനകീയനായ നേതാവായിരുന്നു, ഒരു സംശയമില്ലാത്ത കാര്യമാണ്. അപ്പൊ ഒരു ജനകീയനായിട്ടുള്ള നേതാവിനെ സംബന്ധിച്ചിടത്തോളം ആ പാർട്ടിക്കകത്ത് തിരുത്തൽ ശക്തിയാകാൻ അദ്ദേഹം ശ്രമിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ കൈകാര്യം ചെയ്ത രീതി തന്നെയാണ് ആദ്യത്തെ ചർച്ചയിൽ ഞാൻ പറഞ്ഞത്. ആ കൈകാര്യം ചെയ്ത രീതി ഇദ്ദേഹത്തിന്റെ നിലപാടാണ്. ആ നിലപാടിനോടൊപ്പം ഇടതുപക്ഷത്തിലെ നിരവധി രാഷ്ട്രീയ നേതാക്കന്മാർ നിന്നിട്ടുണ്ട്. ഒരു പാർട്ടിയിൽ അവരുടെ സമ്മേളനത്തിൽ എന്ത് തീരുമാനം എടുക്കുന്നു എന്ന് ആ പാർട്ടിയുടെ ആളുകളാണ് തീരുമാനിക്കുക. അതിന് BJPക്ക് റോളൊന്നുമില്ല. പക്ഷെ ഒരു പാർട്ടിയുടെ മുതിർന്ന കാര്യകർത്താവിനോട് ഒരു തീരുമാനമെടുക്കുന്ന സമയത്ത് അത് മരണവുമായി ബന്ധപ്പെടുന്നു, അല്ലെങ്കിൽ കൊലപാതകവുമായി ബന്ധപ്പെടുന്നു, അല്ലെങ്കിൽ തൂക്കിക്കൊല്ലലുമായി ബന്ധപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ, അങ്ങനെ സമ്മേളനത്തിൽ ആളല്ലാത്തതുകൊണ്ട് എനിക്ക് അതിനെ കുറിച്ച് അറിയില്ല, അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ കെ രമ പറഞ്ഞ പോലെ TP ചന്ദ്രശേഖരനെ വധിച്ചത് VSനോട് ഭാവിയിൽ താങ്കൾക്കും ഇതായിരിക്കും അവസ്ഥ എന്ന് ഓർമ്മപ്പെടുത്തലാണ് എങ്കിൽ അവിടെ തന്നെയാണ്, അതുതന്നെയാണല്ലോ BJPയും സംഘപരിവാറും കാലഘട്ടങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ ക്രിമിനൽ സ്വഭാവമുള്ള വ്യക്തിയാണ് പിണറായി വിജയൻ. മറ്റുള്ളവരെ കൊന്നു തള്ളുന്നതിൽ ഒരു ഭയവും വിഷമവും കൂടാത്ത വലിയൊരു നേതാക്കന്മാരുടെ നിര തന്നെ ഇടതുപക്ഷ രാഷ്ട്രീയ സംവിധാനത്തിന്റെ മുഖ്യധാരയിലുണ്ട്. അത് പൊതുസമൂഹത്തിന് ദോഷകരമാണ്. മരണം അല്ലെങ്കിൽ കൊലപ്പെടുത്തുക എന്ന് പറയപ്പെടുന്നത് അവർക്ക് പൂപ്പറിക്കുന്ന ലാഘവത്തോടു കൂടി ചെയ്യുന്ന പ്രവൃത്തിയായി അവർ കാണുന്നു. അവരുടെ രാഷ്ട്രീയ ശൈലിയിൽ അങ്ങനത്തെ ഒരു നിലപാടുണ്ട്. അത് തെറ്റാണ്. അവനവന്റെ രാഷ്ട്രീയ നേതാക്കന്മാരോടും കാണിക്കാൻ അവർ തയ്യാറായിരുന്നു എന്നുള്ള സൂചനയാണ് നമ്മൾ ആ ചർച്ച ചെയ്യുന്ന സമയത്ത്. ഇവിടെ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള തർക്കത്തിന്റെ പേരിലാണ് VS അച്യുതാനന്ദനോട് പിണറായി വിജയൻ ഈ കാണിക്കുന്നത് എന്ന് ഞാനോ പ്രദീപ് ജിയോ പൊതുസമൂഹമോ അറിയില്ല. അവന്റെ മേലെ VS പോകുന്നു. അദ്ദേഹം ജനകീയ അടിത്തറയിൽ VS അച്യുതാനന്ദന് കൂടുതൽ അടിത്തറയുണ്ടാകുന്നു. അപ്പോ പതുക്കെ ചിറക് വെട്ടി കടവെട്ടാൻ നോക്കി. സ്വാഭാവികമായിട്ട് ആ കടവെട്ടാൻ നോക്കുന്ന സമയത്താണല്ലോ അദ്ദേഹത്തിന് സീറ്റ് നിഷേധിക്കപ്പെടുന്നതും വലിയ ജനകീയ, അതായത് ഇടതുപക്ഷ ജനകീയ പ്രക്ഷോഭങ്ങൾ ഉണ്ടാകുന്നതും ഇദ്ദേഹത്തിന് വീണ്ടും സീറ്റ് കൊടുക്കുകയും അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ ഉണ്ടായതല്ലേ. അപ്പൊ സ്വാഭാവികമായിട്ട് ഇദ്ദേഹത്തെ വെട്ടാൻ വലതും ഇടത്തൊക്കെ നോക്കി ആ ആ വ്യക്തിപരമായിട്ടുള്ള അമർഷം, ആ വ്യക്തി വിരോധം, അത് ഏത് രാഷ്ട്രീയ പാർട്ടിയിലായാലും അത് അത്ര നല്ലതല്ല. നമുക്ക് നിങ്ങളുമായിട്ട് ആശയപരമായിട്ട് നേരിടാം. അവർ ഒരേ പ്രത്യയശാസ്ത്രമായിട്ടാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ആ പ്രത്യയശാസ്ത്രത്തിൽ നമുക്ക് സംവാദം നടത്താം. പക്ഷെ അതിന് വ്യക്തിപരമായിട്ട് എടുക്കുകയും അതിനെ വ്യക്തി വിരോധമായി തീർക്കുകയും ആ വ്യക്തിയുടെ തന്നെ ഇല്ലാതാക്കണമെന്നുള്ള അജണ്ടയിലേക്ക് പോകുമ്പോഴും അതൊരു മാനസിക അല്ലെങ്കിൽ ഒരു മനോനില തെറ്റുന്ന നിലപാടാണ് എന്നുള്ളതാണ് നമുക്കുള്ളത്. പിണറായി വിജയനെ മനോനില തെറ്റി തുടങ്ങിയിട്ട് കുറെ കാലമായി, സമൂഹം അത് അനുഭവിച്ചു തുടങ്ങിയിട്ട് കുറെ കാലമായി. BJPയും സംഘപരിവാറും ഇദ്ദേഹത്തിന്റെ ഈ ക്രൂരമായ മനസ്സിന്റെ ഉടമ എന്നുള്ളത് കൃത്യമായി പറഞ്ഞിട്ടുള്ളതാണ്. അന്നൊക്കെ എല്ലാവരും പൂജ ചെയ്യുന്നു, അവർ തന്നെ അതിനെ അംഗീകരിക്കുന്നു എന്നും മാത്രം. പിന്നെ ഒരു കാര്യം വളരെ വ്യക്തമാണ്, MV രാഘവനോട് ഇവർ ചെയ്തത് എന്താണ്? പാണ്ഡ്യാല ഷാജിയോട് ഉല്ലാസ് ബാബു പറഞ്ഞു കൊടുക്കേണ്ട കാര്യമൊന്നുമല്ലോ അത്. ആ ചെയ്ത് പിന്നെ എന്താ വെച്ചാൽ നികേഷ് എന്ന് പറയപ്പെടുന്ന മകൻ തിരിച്ചെന്താണ് ചെയ്തതെന്ന് വെച്ചാൽ അത് വേറെ, നമ്മളിപ്പോ വിഷയത്തിലേക്ക് പോകുന്നില്ല. അപ്പൊ ഇവരുടെ നിലപാടുകളൊക്കെ അങ്ങനെയായിരുന്നു. ഇവരുടെ ആശയത്തോട് എതിർത്താലും ഇവരുടെ ആശയത്തോട് അനുകൂലിച്ചാലും ഇവരുടെ അണികളൊന്ന് കൂടുതൽ ജയ് വിളിച്ചാൽ, അണികളൊന്ന് കൂടുതൽ ബഹുമാനിച്ചാൽ, ഒന്ന് ജനകീയനായി മാറിയാൽ, ഒന്ന് കൈ കൂടുതൽ ഉയർത്തിയാൽ, അത് തന്നേക്കാൾ മേലെയാകുമെന്ന് പിണറായിക്ക് തോന്നിയാൽ അവൻ ഈ ഭൂമിയിൽ ഉണ്ടാകരുത് എന്നുള്ള നിലപാടാണ്.
അത് വളരെ ക്രൂരവും ക്രിമിനലുമായിട്ടുള്ള ഒരു സ്വഭാവത്തിന്റെ ശൈലിയായിട്ടാണ് എനിക്കും ഫീൽ ചെയ്യുന്നത്. ആ രാഷ്ട്രീയ പാർട്ടിയിൽ എന്ത് നടക്കുന്നു എന്നുള്ളത് തീരുമാനിക്കേണ്ടതോ ചെയ്യേണ്ടതോ അല്ലെങ്കിൽ അതിൽ തീരുമാനമെടുക്കേണ്ട ഒരു പാർട്ടിയല്ല ബി.ജെ.പിയും, ബി.ജെ.പിയുടെ പ്രതിനിധിയായി ഞാനും. പക്ഷെ VS എന്ന് പറയപ്പെടുന്ന ഒരു സീനിയർ ലീഡറിനെ സംബന്ധിച്ചിടത്തോളം, ഒരു ജനകീയനെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷം കൈകാര്യം ചെയ്ത രീതിയും ഇടതുപക്ഷം കൊണ്ടു നടന്ന രീതിയും ഇടതുപക്ഷം അർഹിച്ച പരിഗണന കൊടുത്തിട്ടില്ല എന്ന് പൊതുപ്രവർത്തകൻ എന്ന രീതിയിൽ എനിക്ക് അഭിപ്രായമുണ്ട്. അഭിപ്രായം നിങ്ങളുമായി പങ്കുവെക്കുന്നു. റൈറ്റ്.